ഇതെന്ത് മഹാഭാവം? ഊട്ടിയിലേക്ക് ഒറ്റയ്ക്ക് ട്രിപ്പ് പോകാൻ പാടില്ലേ? ആരുടെ അപ്പുറം പോണ? അല്ലെങ്കിൽ കാമുകിയുടെ കൂടെയും വൈഫിൻ്റെ കൂടെയും മാത്രമേ പോയിക്കൂടൂ? സാധാരണക്കാർക്ക് പോകണ്ടേ? സിംഗിൾസിന് പോകണ്ടേ? സോളോ ട്രിപ്പ് പോകണ്ടേ? എന്തുപാടിയത്? അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ട്രിപ്പ് റെക്കോർഡ് ചെയ്തിട്ട് എല്ലാവരെയും കാണിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം ഇത് ഭാവിയിൽ ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. നീ ആരുടെയോ കൂടെ പോയി എന്നായിരിക്കും പറയുക. എൻ്റെ സോളോ ട്രിപ്പിന് വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. എനിക്കൊരു ഡയറി പോലെ സൂക്ഷിക്കുകയും ചെയ്യാമല്ലോ. പിന്നെ നിങ്ങൾ ഇതെന്തിനാണ് കാണുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾ വേണേൽ കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ 8 മണിക്ക് കോയമ്പേടിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ബസ്സിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കോയമ്പേട് ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണാം. നമ്മൾ ഇപ്പോൾ യാത്ര തുടങ്ങി. ഇവിടുന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നേരെ കുണൂരേക്ക് പോകുന്ന അവിടുന്ന് ഊട്ടി. അപ്പോൾ ഇതാ കോയമ്പേട് നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് ബസ്. സോ അപ്പോൾ ചെന്നൈയിൽ ഈ വർക്ക് പ്രഷറും ട്രാഫിക്കൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ അങ്ങ് കുണൂരേക്ക് പോവുകയാണ്. അതാ കൂനൂരെത്തി. കൂനൂർ തുടങ്ങുന്നത് തന്നെ നല്ല പച്ചപ്പും ഹരിതാവിയും ശീതളപാനിയും ആ ഒരു കാറ്റും. ആഹാ, ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മളിങ്ങോട്ട് വന്നത് തന്നെ, ആ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കൂനൂർ ആസ്വദിക്കാം. ഇവിടെയാണ് നമ്മളെ ബസ് ഇറക്കി വിട്ടത്. അപ്പോൾ നേരെ ഹോസ്റ്റലിൽ പോകുന്നതിന് മുമ്പേ നമ്മളൊന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അന്ന് ചായ കുടിക്കാനായിട്ട് നമ്മൾ ഹോട്ടലുകൾ തപ്പിയപ്പോഴാണ് വളരെയധികം പേർ റിവ്യൂ ചെയ്ത ഈ ശ്രീലക്ഷ്മി കഫേ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ശ്രീലക്ഷ്മി കഫേ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, വളരെ നല്ല തട്ടിഡ്ലി കെട്ടിക്കുന്ന ഒരു സ്ഥലമാണ്. സിൻസ് 1957 അതാണ് അതിൻ്റെ പോയിന്റ്. പണ്ട് കാലത്ത് ബ്രിട്ടീഷ് കാലകാലത്ത് ഉണ്ടായതാണെന്ന് തോന്നുന്നു. ഇവിടെ ഇരുന്നിട്ട് ഈ വൈബിൽ ഈ ഒരു ഇന്ത്യയിലൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ രാവിലെ തിരക്കില്ലാത്ത സമയത്ത് ചായ കുടിക്കണം. അപ്പോൾ കുനൂർ വരുന്നവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു ചായയും ഒരു തട്ടിഡ്ലിയും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വളരെ നല്ല അനുഭവമാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഹോസ്റ്റലിലേക്ക് നടക്കുകയാണ്. നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ, കുറച്ച് നടക്കാം. വെയിലിങ്ങനെ കാണാനുണ്ടെങ്കിലും അധികം ചൂടൊന്നുമില്ല, കാരണം നല്ല തണുപ്പാണ്. അപ്പോൾ സ്റ്റാമിന കുറച്ചുണ്ടെങ്കിൽ നടക്കാം. എനിക്ക് നടക്കാനാവുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നടക്കാനാവും. കണ്ടോ, ഞാൻ നടക്കുന്നത് കണ്ടോ. സോ ഇവിടെയാണ് ഞാൻ താമസിക്കാൻ പോകുന്ന ബേർഡ് ഹൗസ് ഹോസ്റ്റൽ, ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റൽ. സോ നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. കുറേ നടന്നത് കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ കിതയ്ക്കുന്നത്. ഇത് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ഈ വോയിസ്. അതുകൊണ്ട് തന്നെ, കാരണം എനിക്ക് ഇത് നടന്നുകൊണ്ട് ഇത് സംസാരിക്കാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ ഒരു ഫോണും കൊണ്ട് പോയി വ്ളോഗ് ചെയ്യുന്നത് പോലെ അവിടെ നിന്ന് കണ്ടോ മനോഹരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാനൊന്നും എനിക്കാവില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ. പക്ഷേ ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞാൻ പോയി ചെന്ന ഉടനെ ഇതിൻ്റെ സെലക്ഷൻ ഞാൻ തന്നെ എന്നോടൊരു സ്നേഹം തോന്നി. കാരണം ഈ ഹോസ്റ്റൽ തിരഞ്ഞെടുക്കുക എന്നുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ വ്യൂവും മറ്റൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ ചെറിയൊരു സാമ്പിളാണ്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ആ ഹോസ്റ്റലിൻ്റെ ഒരു ക്വാളിറ്റി. ഇതാണ് ഈ ഹോസ്റ്റലിൻ്റെ ഇൻസൈഡ്. ഫസ്റ്റ് തന്നെ ബാത്റൂമാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്. വളരെ വൃത്തിയും ക്ലീനും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബാത്റൂമാണിത്. അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ബാത്റൂമാണിത്. ഇൻ ബിറ്റ്വീൻ അവർ ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ ഡോംസും നല്ല വൃത്തിയുള്ള ബെഡ്സും മറ്റു കാര്യങ്ങളൊക്കെയാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. പിന്നെ ഇവിടെ 2-3 റൂംസാണുള്ളത്. ഒരു മിക്സഡും, ഒന്ന് ബോയ്സിനും ഒന്ന് ഗേൾസിനും, അങ്ങനെയാണുള്ളത്. ഇത് ഓരോ റൂമിനും ഓരോ ട്രൈബിൻ്റെ പേരാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 ഡോഗ്സ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണത്. ഇത് ഡൈനിങ് ഹാളാണ്. ഇവിടെ വാട്ടർ എല്ലാം ഉണ്ട്. ഇത് കിച്ചണിലേക്കുള്ള വഴിയാണ്. ഇവിടെ ഒരു കുക്ക് ഉണ്ടാവും. നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ ഉണ്ടാക്കി തരും. അതിന് എക്സ്ട്രാ നിങ്ങൾ പേ ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാണ് ഇവിടുത്തെ ഔട്ട്സൈഡ് വ്യൂ. നിങ്ങളിവിടെ ഈ ഹോസ്റ്റലിൽ വന്നിട്ട് ചുമ്മാ ഇവിടെ റിലാക്സ് ചെയ്യാൻ തന്നെ ഒരു സുഖമാണ്. നിങ്ങളെവിടെ പോയില്ലെങ്കിലും ഇവിടെ ചുമ്മാ വന്നിരുന്നാൽ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ്. നിങ്ങളിപ്പോൾ കൂനൂർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു ഓപ്ഷനായിട്ട് കാണുക. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും.
I really like this place and I will show the scenery. നോക്ക് എത്ര സുന്ദരം, എത്ര സുന്ദരം, എത്ര സുന്ദരം എൻ്റെ മലനാട്. പിന്നെ ഞാനൊന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും രാത്രിയായി. രാത്രി ഇവിടുത്തെ ഭയങ്കര നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ ഹോസ്റ്റലേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് ഇവിടെ സംസാരിക്കാം, ഈ നൈറ്റ് വൈബ് എൻജോയ് ചെയ്യാം. സൂപ്പർ. പിന്നെ നൈറ്റ് നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി. നോൺ വെജ് ആണെങ്കിൽ അങ്ങനെ, വെജ് ആണെങ്കിൽ ഇങ്ങനെ. ഞാൻ പറഞ്ഞത് നോൺ വെജാണ്. ഇപ്പോൾ റൈസും പരിപ്പ് കറിയായിരുന്നു. സൂപ്പർ ഫുഡ്. രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയതാണ് ഇവിടുത്തെ ഹോസ്റ്റലേഴ്സിൻ്റെ കൂടെ. ഗുഡ് ചോയ്സ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സെമിത്തേരി എത്തിയിരിക്കുകയാണ്. കണ്ടോ, ഈ സെമിത്തേരിയുടെ പേര് എന്ന് പറയുന്നത് ടൈഗർ ഹിൽ സെമിത്തേരി എന്നാണ്. നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് അടുത്താണിത്. നടന്നു വരാനുള്ള ഒരു ദൂരേ ഉള്ളൂ. പക്ഷെ ഒറ്റയ്ക്ക് വരുന്നത് അത്ര സേഫ് അല്ല. കാരണം കരടിയും സിരുത്തയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലം എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. അതുകൊണ്ടാണ് രാവിലെ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ വന്നത്. അതാകുമ്പോൾ കുറച്ച് സേഫ് ആണല്ലോ. പിന്നെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതിനകത്ത് പ്രവേശനമില്ല ഇപ്പോൾ. മുൻപൊക്കെ ആൾക്കാർ പ്രവേശിക്കുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തെ കുറച്ച് സീനുകൾ എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അതായത് അതൊരു എങ്ങനെ ലഭ്യമായി എന്ന് ചോദിച്ചാൽ അതെങ്ങനെയോ ലഭ്യമായി. ആരോ എടുത്തിട്ടതാണെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ ലഭ്യമായി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബേർഡ് ഹൗസ് ഹോസ്റ്റലിന് വികാരത്തിൽപരമായിട്ടുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഊട്ടിക്ക് പോവുകയാണ്. അപ്പോൾ ഊട്ടിക്ക് പോകുമ്പോഴാണ് ഒരുപാട് കാറൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ശീലമായി. അപ്പോൾ ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഓട്ടോ പിടിച്ച് സ്റ്റാൻഡിൽ പോകണം. സ്റ്റാൻഡിലിരുന്ന് ബസ്. അപ്പോൾ ബസ് വഴി നമ്മൾ ഊട്ടി പോവുകയാണെങ്കിൽ 1 മണിക്കൂർ എടുക്കും കുന്നൂറിൽ നിന്ന് ഊട്ടിയിലേക്ക്. അപ്പോൾ ഓട്ടോ കയറി ബസ് കയറിയിട്ടാകുമ്പോൾ നമുക്ക് കാണാം. അല്ലെങ്കിൽ ഊട്ടി എത്തിയിട്ട് കാണാം. എത്തിരി അല്ലേ, നിങ്ങളൊക്കെ ഇത് കാണുക. അവസാനം വരുമെന്ന് കാണുമല്ലോ നിങ്ങൾ. എന്നാലും ഇരിക്കട്ടെ. അങ്ങനെ നീണ്ട ട്രാവലിന് ശേഷം നമ്മൾ ഊട്ടി എത്തിയിട്ടുണ്ട്. ഊട്ടി, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. തിരിച്ചല്ല, ലോഡ്ജ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ബാക്കി ലോഡ്ജിൽ തന്നിട്ട് പറയാം. ഞാൻ രണ്ടാമത് ബുക്ക് ചെയ്ത റൂം കണ്ടത് ഊട്ടിയിൽ. ഇവിടെ നിന്ന് നോക്കിയാൽ ലേക്ക് കാണാം ഊട്ടിയിലേക്ക്. ഇത് നല്ല ഹൈറ്റുള്ള ഏരിയ. ഇതാണ് റൂം. സെറ്റല്ലേ, കൊള്ളാം കേട്ടോ. ഇപ്രാവശ്യം ബുക്ക് ചെയ്ത 2 റൂം കിട്ടും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ചൂടുവെള്ളം 7:39 മാത്രമേ കിട്ടത്തുള്ളൂ. ബാക്കി ടൈമിൽ തണുത്ത വെള്ളം. അതോ ഇതാണ് സോഡ പൊളി. അയ്യോ, അപ്പോൾ ഇന്ന് ഊട്ടിയിൽ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. പ്രധാനപ്പെട്ട അതിനായിട്ട് ബസ് സ്റ്റാൻഡിനടുത്തുള്ള നമുക്ക് എത്താൻ പറ്റുന്നതും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ, അവിടെ നിന്ന് കുറച്ച് സ്ഥലങ്ങൾ. നമ്മളിപ്പോൾ ഇവിടെ നേരെ പോകുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടെ ബാഗ് അവിടെ ക്ലോക്ക് റൂമിൽ വെക്കണം. അത് കഴിഞ്ഞ് ഒരു ചെയറിംഗ് ക്രോസ് എന്ന് പറഞ്ഞിട്ട് ജംഗ്ഷൻ ഉണ്ട്. അവിടെ പോയാൽ നമുക്ക് പ്രധാനമായിട്ട് 3 സ്ഥലങ്ങളിലേക്ക് പോകാം. ഒന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ, ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ. രണ്ടാമത് ടിബറ്റൻ മാർക്കറ്റ് ഉണ്ട്, അവിടെ നടന്നു പോകാൻ പറ്റും അവിടത്തേക്ക്. പിന്നെ അവിടുന്ന് നേരെ ഗവൺമെൻറ് മ്യൂസിയം, ഊട്ടി ഗവൺമെൻറ് മ്യൂസിയം. ഇത് 3ആണ് എൻ്റെ ടാർഗറ്റ്. അത് കഴിഞ്ഞ് നൈറ്റ് തിരിച്ച് ഊട്ടി മെയിൻ ബസാറിൽ കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ് 10 മണിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് KSRTC കണ്ണൂർ. ഇതാണ് പ്ലാൻ. സോ ലെറ്റ്സ് ഗോ ടു ചെയറിംഗ് ക്രോസ്. അപ്പോൾ ചെയറിംഗ് ക്രോസ് പോകുന്നതിന് മുമ്പായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബസ് സ്റ്റാൻഡിനടുത്തുള്ള യാസ്മീൻ എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. നല്ലൊരു റിവ്യൂ ഉള്ള ഹോട്ടലാണ്. അധികം ആൾക്കാർ ഇവിടെ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണിക്ക് വരുന്നൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു 10-11 മണിയാകുമ്പോൾ അവിടെ പോയി. അപ്പോൾ മട്ടൻ ബിരിയാണി ആയിട്ടില്ല. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ മട്ടൻ ബിരിയാണി ടേസ്റ്റ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ഇത്. പക്ഷേ ചിക്കൻ ബിരിയാണി തിന്ന് വിശപ്പടക്കി. ഇവിടെ ആൾക്കാരൊന്നുമില്ല. ഇത്ര രാവിലെ വന്നതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു. ആൾക്കാർ വന്നുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഊട്ടിയിൽ നിന്നൊരു ബസ്സിനൊരു 10 രൂപ കൊടുത്താൽ ചെയറിംഗ് ക്രോസിൽ ബസ് ഇറങ്ങുക.
അവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ നമുക്ക് ഗവൺമെൻറ് മ്യൂസിയം കിട്ടും. പിന്നെ പോകുന്ന വഴിയൊക്കെ ഇത്തരത്തിലുള്ള നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഇതൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ നടക്കാം ഗവൺമെൻറ് മ്യൂസിയത്തിലേക്ക്. നിങ്ങൾ ഊട്ടിയിലുള്ള മിക്കവാറും ആൾക്കാരും പോകാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വരുന്ന സമയത്ത് വളരെ തിരക്ക് കുറഞ്ഞിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഇന്നേ ദിവസം തന്നെ ഞാൻ ബൊട്ടാണിക്കൽ ഗാർഡൻ കൂടെ പോകാനുള്ള പ്ലാനുണ്ട്. പക്ഷെ അവിടെ വലിയ തിരക്കാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതൊരു നല്ല ഡിസിഷനായി. ഇവിടെ എൻട്രി ടിക്കറ്റിൻ്റെ കൂടെ അകത്ത് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പൈസ കൊടുക്കാനുണ്ട്. പക്ഷേ മുതലാവും കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സെഷനാണ്. ഈ ആനിമൽസിൻ്റെയൊക്കെ ഫോസിൽസ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആനിമൽസ് വേറെ, ഇവിടുത്തെ ട്രൈബ്സിൻ്റെ കുറേ കാര്യങ്ങൾ അതൊക്കെ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല എൻജോയ് ചെയ്ത ഒരു പ്ലേസാണ് ഊട്ടിയിലെ ഈ ഗവൺമെൻറ് മ്യൂസിയം എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ടീച്ച് ചെയ്യുന്നത് 5th ഗ്രേഡാണ് തമിഴ്നാട്ടിലെ CMS MH റോഡ് സ്കൂളിൽ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കുറേ കാര്യങ്ങൾ, ഈ ആർക്കിയോളജി വിഭാഗത്തിൽപ്പെട്ട കുറേ കാര്യങ്ങൾ ഞാനിവിടെ കാണാൻ പറ്റി. ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കുട്ടികൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ട്രൈബ്സിൻ്റെ, പഴയകാല ട്രൈബ്സിൻ്റെ വെപ്പൺസ്, വസ്ത്രധാരണ രീതികൾ എന്നീ കാര്യങ്ങൾ. ഊട്ടിയിലെ ട്രൈബ്സിനെ പറ്റി അവർക്ക് പഠിക്കാനില്ലെങ്കിലും കോമൺ ആണ് ഇവരിൽ ട്രൈബ്സിൽ പഴയകാല അവരുടെ വസ്ത്രധാരണം, ലൈഫ് സ്റ്റൈലൊക്കെയാണ് അവർ കമ്പയർ ചെയ്യാനുള്ളൊക്കെയുള്ളത്. അപ്പോൾ ഞാൻ കുട്ടികൾക്കൊരു വീഡിയോ എടുത്തിട്ട് അപ്പോൾ തന്നെ സെൻഡ് ചെയ്തായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ഞാനിവിടെ വന്നിട്ടുണ്ട്, ഇതൊക്കെ കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ ഈ ഊട്ടി മ്യൂസിയം കണ്ടിറങ്ങി ഇനി നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകണം. അവിടുന്ന് ടിബറ്റൻ മാർക്കറ്റ്. അങ്ങനെ നേരെ ടിക്കറ്റ് എടുത്ത് ഞാൻ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് കയറി. ഇതാണ് ടിക്കറ്റ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. ഊട്ടിയിൽ വരുന്ന പാതി മലയാളികളും, പാതിയല്ല ഏകദേശം 95% മലയാളികളും ഈ ഗാർഡനിലാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നിയത്. അത്രയും തിരക്കായിരുന്നു. പിന്നെ എനിക്ക് ഓൾറെഡി ഊട്ടി ഒരു കൊച്ചു കേരളമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നിറയെ മലയാളി ഹോട്ടൽസ് ഉണ്ട്, ഭക്ഷണശാലകളുണ്ട്. മലയാളികൾ എവിടെ നോക്കിയാലും മലയാളികളാണ്. ഇവിടെ നെക്സ്റ്റ് വീക്ക് നടക്കുന്ന ഒരു ഫ്ലവർ ഷോൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കണ്ടില്ലേ, ഇവർ ഓൾറെഡി അതിൻ്റെ വർക്കിലാണുള്ളത്. എല്ലായിടത്തും ഫ്ലവേഴ്സൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആ ഫ്ലവർ ഷോക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെ ആയാൽ കൂടിയും ഈ വീക്കെൻഡും നല്ല തിരക്കാണ്. എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഫാമിലിയായി വന്ന് കുറച്ച് സമയം ഇരിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഈ ക്രൗഡാണ് എനിക്ക് ഇഷ്ടപ്പെടാതെ പോയൊരു സംഭവം. കാരണം എല്ലായിടത്തും ആൾക്കാരായിരിക്കും. നമുക്കൊരു സ്പേസ് വേണ്ടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഇതായിരിക്കില്ല. അങ്ങനെ ഫ്ലവർ ഷോ അല്ല, ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടുന്ന് കുറച്ച് ഒരു 2, 3, 4, 5 സ്റ്റെപ്പ് നടന്ന് നമ്മൾ ടിബറ്റൻ മാർക്കറ്റ് എത്തും. ടിബറ്റൻ മാർക്കറ്റ് എന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ അത് ഡൽഹിയിലുള്ള ടിബറ്റൻ മാർക്കറ്റ് പോലെയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അത്ര അങ്ങനത്തെ വൈബൊന്നുമില്ല. ഇത് സെപ്പറേറ്റ് ഒരു സ്പേസ് ടിബറ്റൻ പീപ്പിളിന് വേണ്ടിയിട്ട്, അവരുടെ മാർക്കറ്റിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ടിബറ്റൻ മാർക്കറ്റ്. ഇവിടെയുള്ള ടിബറ്റൻ മാർക്കറ്റ് ഇതാണ്. ഇവിടെ പ്രധാനമായിട്ടും തുണിത്തരങ്ങളും വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഉള്ളത്. അങ്ങനെ ടിബറ്റൻ മാർക്കറ്റിൽ നിന്ന് ഞാൻ നേരെ പോയത് മെയിൻ ബസാറിലേക്കാണ്. അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്ക് രാത്രിയായി കേട്ടോ. ഞാനിവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയെങ്കിലും പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് പോകാനാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടെയാണെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പർച്ചേസും ഷോപ്പിംഗ് ഒന്നും നടന്നില്ല. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് ഞാൻ രാത്രി 8 മണിക്കത്തെ KSRTC കയറി. ഇനി നേരെ കണ്ണൂരിലേക്കാണ്. ആദ്യം ഞാനൊന്ന് പെട്ടുപോയി കേട്ടോ. 22 റെയിൽവേ ടൈം 20 ആണ് കണ്ടത്. ഞാനത് 10 മണിയാണെന്ന് തെറ്റിദ്ധരിച്ച് കുറേ ടൈം അവിടെ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് 20 എന്ന് പറഞ്ഞാൽ 8 മണിയാണെന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഓട്ടോയും പിടിച്ച് ബസ് കയറി ഞാൻ കണ്ണൂരിലേക്ക് യാത്രയായി. സുഹൃത്തുക്കളെ, യാത്രയായി. അങ്ങനെ കറക്റ്റ് സമയത്ത് നാട്ടിലെത്തിയത് കൊണ്ട് തന്നെ എൻ്റെ പിറ്റേ ദിവസം ഉണ്ടായിരുന്ന എൻ്റെ ഒരു കസിൻ്റെ കല്യാണം കൂടാൻ എനിക്ക് സാധിച്ചു. ഇവിടെയാണെങ്കിൽ നാട്ടുകാരും അമ്മാവന്മാരും ബന്ധുമിത്രാദികളും എല്ലാം കൂടി ബഹുക്ഷേമം നല്ല സദ്യയും കഴിച്ച് കല്യാണവും കൂടി കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്
അങ്ങനെ ഞാൻ എൻ്റെ യാത്രാക്ഷീണം അങ്ങ് കഴിച്ചു കൂട്ടി.